കണക്കിന് രൂപ ഇല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന ഡോഗ്സ്, ക്യാറ്റ്സ്, മറ്റുള്ള പെറ്റ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ. അതിന്റെയൊക്കെ ഫുഡിനും ഭയങ്കര വിലയായിരിക്കും. അത്രയും പൈസ കൊടുത്ത് ആ ഫുഡ് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ഫുഡ് കഴിച്ച് ആ മൃഗങ്ങൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി തന്നെ പൂട്ടേണ്ടതായിട്ട് വരും. നല്ല നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ജയിലിൽ തന്നെ പോകേണ്ടതായിട്ടും വരും. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ചിലപ്പോഴൊക്കെ മനുഷ്യരെക്കാട്ടി കൂടുതലും പരിഗണന പല വിദേശ രാജ്യങ്ങളിലും വളർത്തുമൃഗങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജോലികൾക്ക് നല്ല വിദ്യാഭ്യാസം ആവശ്യമാണ്. മദ്യം, മയക്കുമരുന്നുള്ള ഡ്രഗ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഫുഡ് സേഫ്റ്റിയിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. നല്ല പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഓരോ ഫുഡും അനലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഏകദേശം ഒരു മാസം 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സമ്പാദിക്കുന്ന പല പെറ്റ് ഫുഡ് ടേസ്റ്റർമാരും ഉണ്ട്. അപ്പം എന്തായാലും നമ്മുടെ ഈ ജോലി ഒന്ന് നോക്കുമല്ലേ. ജോബ് നമ്പർ 3, ആംഫിറ്റ് സ്നിഫർ. പെർഫ്യൂം, ബോഡി ലോഷൻ, മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ജോലി പെർഫ്യൂമർ ആണെങ്കിലും മറ്റുള്ള മനുഷ്യരുടെ കക്ഷം മണക്കലാണ്